ഇന്ത്യൻ കപ്പൽ ആക്രമിച്ച് അമേരിക്ക. ഒമാൻ തീരത്ത് ഇന്ത്യൻ നാവികർ ഉൾപ്പെട്ട MT മാരി വെക്സ് ഇന്ധന ടാങ്കർ ആക്രമിച്ചത് തങ്ങളാണെന്ന് അമേരിക്ക സ്ഥിരീകരിച്ചു. ഇറാനിലേക്കുള്ള ഉപരോധം ലംഘിച്ച് യാത്ര ചെയ്ത കപ്പൽ മുന്നറിയിപ്പുകൾ അവഗണിച്ചതിനെ തുടർന്നാണ് ആക്രമിച്ചതെന്നാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് വിശദീകരണം നൽകിയിരിക്കുന്നത്. ഇന്നലെയാണ് ഹോർമുസിൽ 24 ഇന്ത്യൻ ജീവനക്കാരുൾപ്പെട്ട കപ്പൽ ആക്രമിക്കപ്പെട്ടത്. അമേരിക്കൻ വ്യോമസേനയുടെ യുദ്ധവിമാനത്തിൽ നിന്നുള്ള മിസൈൽ ആക്രമണമാണ് കപ്പലിന്റെ എഞ്ചിൻ റൂമിന് നേരെ ഉണ്ടായത്. നാവിക ഉപരോധം മറികടക്കാൻ ശ്രമിച്ചപ്പോഴാണ് ആക്രമിച്ചതെന്നാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് വിശദീകരിച്ചിരിക്കുന്നത്. കപ്പലിലുണ്ടായിരുന്ന 24 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണ്. ഒമാൻ അധികാരികൾ ഇവരെ ഹെലികോപ്റ്റർ മാർഗം സുരക്ഷിതമായി എയർലിഫ്റ്റ് ചെയ്യുകയായിരുന്നു. ഇറാനുമായി മുൻപത്തേക്കാൾ മികച്ച ധാരണ ഉടനെ ഉണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഇറാനും ഇസ്രായേലും വെടിനിർത്തിയതിനാൽ സ്ഥിതി ശാന്തമാകുമെന്നും ട്രംപ് പറഞ്ഞു. ഇന്നലെ വൈകിയും ഇറാനിൽ മാരകമായ ആക്രമണത്തിന് ഇസ്രായേൽ വ്യോമസേന ഒരുങ്ങിയിരുന്നു. രാഷ്ട്രീയ തീരുമാനത്തെ തുടർന്ന് അത് മാറ്റിവെച്ചു. ഇറാനിലെ ആക്രമണവുമായി മുന്നോട്ട് പോകുന്നതിൽ തെറ്റില്ലെന്നും പക്ഷേ പിന്നീട് അങ്ങോട്ടും ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇറാനും അപ്രതീക്ഷിതമായാണ് ഇസ്രായേലിനുള്ള തിരിച്ചടി അവസാനിച്ചതായി പ്രഖ്യാപിച്ചത്. ബറാക് ഒബാമയുടേതിനേക്കാൾ നല്ല കരാർ ഇറാനുമായി ഉടനെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. അതേസമയം അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ ഇറാനുമേൽ അമേരിക്ക സമ്പൂർണ്ണ വിജയം പ്രഖ്യാപിക്കുമെന്ന നിർണായക വെളിപ്പെടുത്തലും അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയിരുന്നു. ഇറാനുമായുള്ള പുതിയ ആണവ കരാർ ഉടൻ യാഥാർത്ഥ്യമാകുമെന്നും ഇതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ കുറയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സെനറ്റർ ലിൻസെ ഗ്രഹാമിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് നടന്ന ടെലി റാലിയിലാണ് ട്രംപിന്റെ ഈ പരാമർശങ്ങൾ ഉണ്ടായതെന്ന് CNN റിപ്പോർട്ട് ചെയ്തു. നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ആണവായുധങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഇറാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ലൊരു കരാർ ഉണ്ടാക്കാൻ അമേരിക്ക തയ്യാറാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. വേഗത്തിൽ തന്നെ ഈ ഒരു പരിപൂർണ വിജയം ഉണ്ടാകുമെന്നാണ് ട്രംപിന്റെ അവകാശവാദം. അതേസമയം ട്രംപിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് ഇറാനുമേലുള്ള സൈനിക ആക്രമണങ്ങൾ താൽക്കാലികമായി അവസാനിപ്പിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിട്ടുണ്ടെങ്കിലും ഔദ്യോഗിക വെടിനിർത്തൽ കരാറിനെ കുറിച്ച് സ്ഥിരീകരണമൊന്നും നൽകിയിട്ടില്ല. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ തങ്ങളുടെ ആക്രമണം തുടരുകയാണെങ്കിൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാനുമേലുള്ള യുദ്ധം വിജയിക്കുന്നുവെന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നത് ഇതാദ്യമായല്ല. മുൻപ് ഏപ്രിൽ 7 പ്രഖ്യാപിച്ച താൽക്കാലിക വെടിനിർത്തലിന് മുന്നോടിയായും കരാർ അന്തിമമാക്കാൻ 2 ആഴ്ചത്തെ സമയം വേണമെന്ന് ഇതേ രീതിയിൽ ട്രംപ് അവകാശപ്പെട്ടിരുന്നു. മാത്രമല്ല, പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി ഉയർത്തിയ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന് പിന്നാലെ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിൽ അപൂർവമായ അഭിപ്രായ വ്യത്യാസങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇറാനെതിരായ വലിയ തോതിലുള്ള സൈനിക നടപടി വീണ്ടും ആരംഭിച്ചാൽ ഇസ്രായേൽ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടേണ്ടി വരുമെന്ന ശക്തമായ മുന്നറിയിപ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് നൽകിയിരിക്കുന്നത്. ഇസ്രായേലും ഇറാനും തമ്മിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഘർഷത്തിന് ശേഷം അമേരിക്കൻ മാധ്യമമായ ആക്സിയോസിനോട് നടത്തിയ പ്രതികരണത്തിലാണ് ട്രംപ് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. എന്നിരുന്നാലും ഈ പ്രതിസന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സന്ദേശം അമേരിക്കയും ഇസ്രായേലും തമ്മിൽ രൂപപ്പെടുന്ന പുതിയ സമീപ വ്യത്യാസങ്ങളാണ്. ഇറാനുമായി ഒരു നയതന്ത്ര പരിഹാരം സാധ്യമാണെന്ന് ട്രംപ് ഇപ്പോഴും വിശ്വസിക്കുമ്പോൾ ശക്തി പ്രകടനവും സൈനിക സമ്മർദ്ദവുമാണ് ഇറാനെ നിയന്ത്രിക്കാനുള്ള ഏക മാർഗമെന്നാണ് നെതന്യാഹുവിന്റെ നിലപാട്. ഈ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഭാവിയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ സ്വാധീനിക്കുമോ എന്നത് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹം ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം വിലയിരുത്തുമ്പോൾ ഒരു തെറ്റായ നീക്കം പോലും മേഖലയിൽ വലിയ യുദ്ധത്തിന് കാരണമാകാൻ സാധ്യതയുണ്ട്. അത്തരം സാഹചര്യത്തിൽ ട്രംപിന്റെ മുന്നറിയിപ്പ് വെറും രാഷ്ട്രീയ പരാമർശമല്ല, മറിച്ച് അമേരിക്കൻ വിദേശ നയത്തിന്റെ പുതിയ മുൻഗണനകളുടെ സൂചന കൂടിയാണ്. യുദ്ധത്തിലൂടെയല്ല, നയതന്ത്രത്തിലൂടെയാണ് പ്രശ്നപരിഹാരം സാധ്യമാക്കുക എന്ന സന്ദേശമാണ് അമേരിക്ക ഇപ്പോൾ നൽകുന്നത്. എന്നാൽ ആ സന്ദേശം ഇസ്രായേൽ എത്രത്തോളം അംഗീകരിക്കുമെന്നതാണ് പശ്ചിമേഷ്യയുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന പ്രധാന ചോദ്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.